വർക്കല ക്ലിഫ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജിയോളജി വകുപ്പ്, ജില്ലാ കളക്ടർ തുടങ്ങിയവരുമായി ചർച്ച നടത്തും. ഈ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് സമർപ്പിക്കും. ക്ലിഫ് സംരക്ഷിച്ചുകൊണ്ടാകും ടൂറിസം വികസനം ഉണ്ടാവുക എന്നും വർക്കല സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യപ്പെടണം, എനിക്കത് കൺസേൺ മിനിസ്ട്രിയിൽ അത് കൊടുക്കണം. പിന്നെ എൻ്റെ മിനിസ്ട്രിക്ക് ഇതിനകത്തൊരു പങ്കുണ്ട്. ഭാവി ടൂറിസം ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ വർക്കല എന്ന് പറയുന്ന ഒരു മേജർ മോഡ്യൂളായിട്ട് എടുത്ത് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് മലയടിവാരത്തിലേക്കുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തതിന് എൻഹാൻസ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെയാണ് അതിനുവേണ്ടി ഇത് ഞങ്ങളുടെയും കൂടെ ഒരു സ്വത്താണെന്ന് വിചാരിക്കുന്നു. അഖിൽ പാലോട്ടുമഠം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഇതുകൂടാതെ തന്നെ മറ്റ് വിവാദങ്ങൾ, ഈ വർക്കല മണ്ണിടിച്ചിൽ കുന്നിടിച്ചിലുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ, അത് ജില്ലാ കളക്ടർക്ക് എതിരെയുള്ളത് ഉൾപ്പെടെ ഇതെല്ലാം പരിശോധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അത് അഖിലിന്റെ തന്നെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. അനു, വർക്കല ക്ലിഫ് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം വർക്കല പാവനാശവും അതുപോലെ തന്നെ ബലിപീഠവും അവിടെയൊക്കെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ അത് വലിയ തോതിലാണ് വർക്കല എന്ന ആ ടൂറിസം കേന്ദ്രത്തെ പോലും നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ തന്നെ വാർത്ത നൽകിയിരുന്നത്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രേഖാമൂലമാണ് നമ്മൾ വാർത്ത നൽകുന്നത്. കാരണം ജിയോളജി വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവിടെ നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവിടുത്തെ മണ്ണിടിച്ചിലിന് ആക്കം കൂട്ടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ കളക്ടർക്ക് നൽകിയിരുന്നു. പക്ഷെ ആ തരത്തിലുള്ള ഒരു നടപടി എടുക്കാൻ കളക്ടർ വൈകി എന്നതായിരുന്നു അന്ന് നമ്മൾ നൽകിയ വാർത്തയുടെ ഒരു ചുരുക്കരൂപം. ഇന്ന് ആ ക്ലിഫ് സന്ദർശിക്കുമ്പോൾ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി പറയുന്നത് ക്ലിഫ് നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് വികസന കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ആ ടൂറിസം വകുപ്പുകൾ അല്ലെങ്കിൽ ആ ടൂറിസം പദ്ധതികൾ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ക്ലിഫിന്റെ പുനരുദ്ധാരണം നടത്താൻ സാധിക്കുക. അത് പരിശോധിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഈ ജനങ്ങൾ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിലേക്ക് നടപടി സ്വീകരിക്കുക എന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ജിയോളജി വകുപ്പ് അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി, RDO, ജില്ലാ കളക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥരുമായി എല്ലാം തന്നെ കൂടിയാലോചിച്ച് അവരിൽ നിന്നും ഒക്കെ തന്നെ റിപ്പോർട്ടുകൾ ശേഖരിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിച്ച് അത് ബന്ധപ്പെട്ട മന്ത്രാലയം, ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇത് ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്, പല ദേശീയ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഈ വർക്കല ക്ലിഫിന്റെ പ്രവർത്തനം പുനരുദ്ധാരണം ചെയ്യാൻ സാധിക്കൂ എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതിന്റെ പഠനവും അതിന്റെ തുടർ നടപടികളും ഒക്കെ ആയിരിക്കും ഞാൻ സ്വീകരിക്കുക എന്നതാണ് മന്ത്രി നമ്മളോട് പറഞ്ഞു വെച്ചത്. അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറയുക ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രിയുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ വിളിച്ചിരുന്നു കാണാൻ വേണ്ടി. റിയാസ് വിളിക്കുന്ന സമയത്ത് ചില അസൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹവുമായി വേഗത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ ടൂറിസം പദ്ധതികൾ അദ്ദേഹം പറഞ്ഞ ചില സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കോവളം, വർക്കല, അതുപോലെ തന്നെ കൊല്ലം, ചിന്നക്കര, അങ്ങനെയുള്ള ചില ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രത്യേക ടൂറിസം പാക്കേജ് അത് നടപ്പിലാക്കണം. കേരളത്തിലെ സർക്കാരുമായി മാത്രം കൂടിയാലോചിച്ച് അത് നടപ്പിലാക്കണമെന്നൊരു ആഗ്രഹം കൂടി അദ്ദേഹം ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ക്ലിഫ് സന്ദർശനം നടത്തുന്നതിലൂടെ വർക്കലയിലെ ഒരു പ്രതിഷേധത്തിന്, അല്ലെങ്കിൽ വർക്കലയിൽ ഇത് കുറെ നാളുകളായി ഉണ്ടായിരുന്ന പ്രതിഷേധമാണ്. കാരണം വർക്കല പാവനാശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ബലിമണ്ഡപം എന്ന് പറയുന്നതൊക്കെ തന്നെ വലിയ പുരാതനമായി നിലനിൽക്കുന്നതാണ്. അതിന് തന്നെ നാശം സംഭവിക്കുന്ന തരത്തിലാണ് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുന്നത്. ജിയോളജി വകുപ്പ് അവിടെ നൽകിയ പഠന റിപ്പോർട്ട് പ്രകാരം അവിടുത്തെ അടിത്തട്ട് മണ്ണിന് ബലക്ഷയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പാളിയായി ആ മണ്ണുകൾ ഇടിഞ്ഞു പോകുന്നത് എന്നതായിരുന്നു അതിനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അന്ന് നിർദ്ദേശം നൽകി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചതിനു ശേഷമായിരിക്കും കേന്ദ്ര ടൂറിസം പാചകവാതക വകുപ്പ് സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി തുടർ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷമുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനു.